ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു മെമോ പാഡ് അല്ലെങ്കിൽ ഒരു നോട്ട് പാഡ് ഉണ്ടാക്കുന്ന വീഡിയോയാണ്. സോ ഫസ്റ്റ് തന്നെ A4 ഷീറ്റ് എടുക്കുക. ഞാൻ അല്ലെങ്കിൽ ബുക്കിൻ്റെ ഷീറ്റ് എടുത്താലും മതി, പക്ഷെ നല്ലത് A4 ഷീറ്റാണ്. നന്നായിട്ട് പേജസ് നാലായിട്ട് മടക്കി കഴിഞ്ഞാൽ പേജസ് പെട്ടെന്ന് റെഡിയാവും. അപ്പോൾ ഇതേപോലെ മടക്കിയാൽ മതി. അപ്പോൾ എല്ലാം അങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം. സോ എല്ലാം അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. എസ്തറ്റിക്കും കവായി എന്നൊക്കെ പറയുമ്പം ഗ്രിഡ് പാറ്റേൺ ആണല്ലോ, അതുകൊണ്ട് ഞാൻ 2 പേപ്പറിൽ മാത്രം ഗ്രിഡ് വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ബുക്കിൻ്റെ ബാക്കിലും ഫ്രണ്ടിലുമായിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ബ്ലൂ പെയിൻറ്റും പിന്നെ പിങ്ക് പെയിൻറ്റും കൂടെ മിക്സ് ചെയ്തൊരു പർപ്പിൾ ഷെയ്ഡ് ഉണ്ടാക്കിയെടുക്കാം. ക്യാമറയിലായതുകൊണ്ടാണ് ഇത് ഒരു ബ്ലൂ ഷെയ്ഡിൽ വന്നിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒരു പർപ്പിൾ ഷെയ്ഡാണ്. ആ സൈഡിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമ്മൾ ആ ഇത് എടുത്ത ആ പേപ്പർ. എന്നിട്ട് ഞാൻ ആ ബുക്കിൻ്റെ മണ്ടയ്ക്കൂടെ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റും കൂടെ വെച്ചിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റാപ്ലർ ചെയ്തെടുക്കാം. എൻ്റെ കയ്യിൽ കുറച്ച് അധികം പേജസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാനത് 3ആയിട്ടാണ് സ്റ്റാപ്ലർ ചെയ്തത്. എൻ്റെ കയ്യിൽ ചെറിയ പിന്നായിരുന്നു, അതുകൊണ്ട് ഞാൻ 3ആയിട്ട് സ്റ്റാപ്ലർ ചെയ്തിട്ട് പശ തേച്ചിട്ട് ഒട്ടിക്കുകയാണ് ചെയ്തത്. നിങ്ങളുടെ കയ്യിൽ ചെറിയ പിന്നുള്ളെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. വലിയ പിന്നുണ്ടെങ്കിൽ അല്ലാതെ ഒരുമിച്ച് വെച്ച് സ്റ്റാപ്ലർ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് പേപ്പറിന് പകരം ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് സ്റ്റിക്കർ ബുക്കായിട്ടും യൂസ് ചെയ്യാം. ദെൻ ഞാൻ ആ ഒരു ലേസും കൂടെ വെച്ച് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ നോർമൽ ഫെവിക്കോൾ വെച്ച് തന്നെയാണ് ഒട്ടിച്ചത്. നന്നായിട്ട് ഒട്ടും. എന്നിട്ട് എൻ്റെ ബാലൻസ് വന്ന സ്ഥലം ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൻ്റെ മണ്ടയ്ക്ക് പേപ്പർ ഒട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് ബുക്കോ അങ്ങനെ വല്ലതും എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഒട്ടിക്കോളും. പിന്നെ ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്, മൈ മെലഡിയുടെയും കുറോമയുടെയും. ഫസ്റ്റ് മൈ മെലഡിയും കുറോമയും ഒരുമിച്ച് നിൽക്കുന്ന ഒരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു, അത് ഒട്ടിച്ച് കൊടുത്തു. പിന്നെ ഒരു ഡോണറ്റിൻ്റെ മണ്ടയ്ക്കിരുന്ന് അത് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഒരു കുറോമീൻ എഴുതിയത് ലേസിൻ്റെ മണ്ടയ്ക്ക് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഒരു ഫ്ലവറും കൂടി ഒട്ടിച്ചു കൊടുത്തു. കുറച്ച് വിഷ്വൽസ് എൻ്റെ കയ്യിൽ നിന്ന് മിക്സായിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലൈക്ക് മറക്കണ്ട.